എങ്ങനെയുണ്ട് അവിടെ? അമ്മായിയമ്മ നാത്തൂന്മാർക്ക് നന്നായിട്ട് തന്നെയാണോ പെരുമാറുന്നത്? അവിടെ എല്ലാരും നല്ലതാ, ഒരു കുഴപ്പമില്ല. നല്ല സ്നേഹത്തോടെ എന്നോട് എല്ലാരും പെരുമാറുന്നേ. സ്വർണത്തിന് കണക്കൊക്കെ ചോദിച്ചോ അവനും അമ്മയൊക്കെ? ഇല്ലില്ല, ഇതുവരെ ആരും അതിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. പിന്നെ ഏട്ടൻ അങ്ങനത്തെ ഒരാളൊന്നും അല്ല. എന്റെ സ്വർണം എന്താന്ന് പോലും നോക്കിയിട്ട് തന്നെ ഇല്ല. ഒരു മാസമല്ലായിട്ടുള്ള കല്യാണം കഴിഞ്ഞിട്ട് കല്യാണ ആൽബത്തിലൊക്കെ നല്ലോണം നോക്കി മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതാണ് ചോദിക്കാത്തത്. പിന്നെ അവനങ്ങനെ ചോദിക്കുന്ന ആളൊന്നും അല്ല, അതിന് കണ്ടപ്പോ തന്നെ മനസ്സിലായി. എന്തോ അതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഏട്ടൻ എന്തായാലും ഇതുവരെ എത്ര സ്വർണ്ണം ഉണ്ട് എങ്ങനെയാണെന്നുള്ള കണക്കൊന്നും ചോദിച്ചിട്ടില്ല. പിന്നെ എന്റെ സ്വർണ്ണമൊക്കെ എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. ആരും എന്നോട് കാണണമെന്ന് പറഞ്ഞിട്ടൊന്നും വന്നിട്ട് പോലുമില്ല. എനിക്ക് അത് കേട്ടാ മതി. ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടാൽ നീ അടുപ്പ സന്തോഷിച്ചിരിക്കുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ ഈ പെൺമക്കളുടെ വീട്ടുകാർക്കൊക്കെ ഇങ്ങനെ തന്നെയാണ്. അതിനെ വളർത്തി വലുതാക്കി പഠിപ്പിച്ചതപ്പോ ജോലിയാക്കി എന്നിട്ട് വേണ്ട സ്വർണവും കൊടുത്ത് കെട്ടിച്ചയച്ചു. ഞമ്മക്ക് വല്ല ഉപകാരം ഉണ്ടോ? പോകുന്ന വീട്ടിൽ ആ സ്വർണവും കൊടുക്കണോ, അവിടെ പണിയെടുത്ത് കൊടുക്കണോ, ജോലി ചെയ്ത ശമ്പളവും കൊടുക്കണം. ഇവിടെ എപ്പോഴും കണ്ണീരും കയ്യ. അയ്യോ കല്യാണം കഴിച്ചു കൊടുത്ത കടം വീട്ടണോ, അവിടെ കട ഇവിടെ കട ഉള്ള കുറി മുഴുവനും വിളിച്ചു. എന്ത് ചെയ്യാനാ, നമ്മളുടെ ഒക്കെ ഒരു യോഗം. അതിന് കല്യാണം കഴിഞ്ഞിട്ട് അത്രമാത്രം കടമൊന്നും നമുക്കില്ലല്ലോ അമ്മ. സ്വർണ്ണമാണെങ്കിൽ തന്നെ അത് ഞാൻ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ ജോലിക്ക് പോകുമ്പോഴൊക്കെ. പിന്നെ കുറച്ചൊക്കെ നമ്മുടെ ബന്ധുക്കളും തന്നതല്ലേ. വേറെന്ത് കടയല്ലേ? കല്യാണം കഴിഞ്ഞ് വേറൊരു വീട്ടിൽ പോകുമ്പോഴേക്ക് ഇവിടുത്തെ കാര്യങ്ങൾ മുഴുവനും മറന്നോ? നീ അവിടെ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ? ഈ വീടിന് ലോണിന്റെ കാര്യം എനിക്കറിയോ? നിന്റെ കല്യാണ തിരക്ക് 2 മാസം ലോൺ അടച്ചിട്ടില്ല. ഇതിപ്പോ ഈ മാസത്തെ തീരെയും അടച്ചിട്ടില്ല. 3 മാസത്തെ ലോണ് മുടങ്ങിയിരിക്കുക. അതിന്റെ ഇടയില് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കടം വാങ്ങിച്ചു കൂട്ടിരിക്കുക. നിന്റെ കല്യാണ തിരക്കിൽ ആരെങ്കിലും ഇവിടുന്ന് പണിക്ക് പോയോ? ഇന്നിപ്പോ നിങ്ങൾ വരുന്നവരോട് 5 പൈസ കഴിയില്ല. പിന്നെ എങ്ങനെയല്ലോ കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് അച്ഛനെ അയച്ചു കൊടുത്തിരിക്കാം. വരുമ്പോ സാധനങ്ങൾ വാങ്ങിക്കണ്ടേ? ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയിട്ട് എന്തിനാവോ ഞങ്ങൾക്ക് വേണ്ടി ഓരോന്ന് ഒരുക്കാൻ നിന്നത്? ഇത് വേറെ ആരും അല്ലല്ലോ. ഞങ്ങളാണെങ്കിൽ ഇത് ആദ്യമായിട്ടും അല്ല വരുന്നത്. ഇവിടെ എന്താണുള്ളത് അത് പോരായിരുന്നോ? നിനക്ക് അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ഞങ്ങൾക്ക് ഞങ്ങളുടെ മര്യാദ നടത്തണ്ടേ? ഇത്രയും ബുദ്ധിമുട്ടൊക്കെ വരുന്ന അറിഞ്ഞാൽ ബന്ധുക്കൾ തന്ന സ്വർണ്ണം എനിക്ക് ഞങ്ങൾ തരില്ലായിരുന്നു. 10-12 പവന് സ്വർണ്ണവും ഇല്ല. അത് വെറുതെ തന്നതാണോ? കുറച്ചല്ലേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ, ബാക്കിയൊക്കെ തിരിച്ചു കൊടുക്കേണ്ടതല്ലേ? അതിന്റെ ആവശ്യം വരുമ്പോൾ അത് തിരിച്ചു കൊടുക്കണ്ടേ? അതെങ്ങനെ കൊടുക്കുന്നു പറഞ്ഞിട്ടാ? പറഞ്ഞൊന്നും കാര്യമില്ല. അതിനമ്മ ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതല്ലേ, എല്ലാ സ്വർണ്ണവും എനിക്ക് എടുത്തു തരണ്ട, ഇവിടെ വെച്ചേക്കാൻ. എന്റെ കയ്യിൽ ആദ്യം എന്താണ് ഉണ്ടായിരുന്നത് അത് മാത്രം മതി എന്നുള്ളത്. പിന്നെ എല്ലാരും കൂടി നിർബന്ധിച്ചിട്ടല്ലേ തന്നത്. നീ പറഞ്ഞ പോലെ തരാൻ അറിയാണ്ടല്ല. നാട്ടുകാരന്റെ കുടുംബക്കാരന്റെ മുൻപിൽ എന്തെങ്കിലും കുറച്ച് സ്വർണ്ണം ഒന്ന് പന്തലിൽ കറക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ചുറ്റും അസൂയക്കാരാ. അവരെയൊക്കെ കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഉള്ള സ്വർണ്ണം മുഴുവൻ തന്നത്. ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഒരബദ്ധം പറ്റിപ്പോയി. നീ എന്നാലും അവനെ വിളിക്ക്, കഴിക്കാൻ എടുത്തു വെക്കാം ഞാൻ. വിശക്കുന്നില്ലേ? ഭക്ഷണം കഴിക്കാം. കൊറേ നേരം അമ്മേന്റെ അടുത്തേക്ക് പോയിട്ട്. എന്തായിരുന്നു അവിടെ പരിപാടി? സംസാരിച്ച് തീർന്നാണല്ലോ അല്ലേ? അങ്ങനെയൊന്നുമില്ല. അമ്മ ഓരോന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഇരുന്നേ ഉള്ളൂ. എനിക്ക് മനസ്സിലാവും. കൊറേ ആയില്ലേ അമ്മയ്ക്ക് മോളെ കിട്ടിയിട്ട്. നിങ്ങക്ക് നാട്ടുകാര്യങ്ങളും വീട്ടുകാര്യങ്ങളും കുടുംബകാര്യങ്ങളായിട്ട് കുറേ സംസാരിക്കാനുണ്ടാവില്ലേ? ഒരു കാര്യം ചെയ്തോ, ഇയാളെ ഒരാഴ്ച കഴിഞ്ഞിട്ട് മെല്ലെ വീട്ടിലേക്ക് വന്നാൽ മതി. അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാനും വരാം. അവിടെ എല്ലാവരോടും നാളെ നമ്മൾ തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ടല്ലേ വന്നത്. അതൊന്നും കുഴപ്പമില്ലടോ, നീ ഇവിടെ നിന്നോ. ഞാൻ എന്തായാലും നാളെ പോകും. ഒരാഴ്ച കഴിഞ്ഞിട്ട് മെല്ലെ അങ്ങോട്ട് വന്നാൽ മതി. അല്ലെങ്കിലേ ഇവിടെ അടുത്ത് എനിക്കൊരു വർക്ക് എടുക്കാനുണ്ട്. ഒരു 5-6 ദിവസം കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് നിന്നെയും കൂട്ടി കൊണ്ടുപോവാ. എന്താണോ ഇത്? അമ്മേന്റെ അടുത്ത് ഒരാഴ്ച നിന്നോന്ന് പറഞ്ഞിട്ട് മോതൊരു സന്തോഷം കാണുന്നില്ലല്ലോ. സന്തോഷമൊക്കെ ഉണ്ട്. അടുത്ത ആഴ്ച ഇങ്ങോട്ട് വരുമ്പോ എന്നെ അങ്ങോട്ട് കൂട്ടാൻ വന്നാൽ മതി, ഞാൻ വരാം. എടാ പിന്നെ ഇതാ ഗോൾഡിന്റെ ബോക്സ് ബെഡിൽ വെച്ചിട്ടാ നീ പോയത്. ഞാൻ അടുത്ത് ഷെൽഫിൽ വെച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ ശ്രദ്ധ വേണേ. ഞാൻ ശ്രദ്ധിക്കാം. അമ്മ വന്നു. അമ്മ വിളിക്കുന്നുണ്ട്. ഞാൻ ഭക്ഷണം എടുത്തേക്ക്, അങ്ങോട്ട് വരണേ. ഞാൻ വരാം, നീ പോയിക്ക. എന്തായാലും നല്ല സ്നേഹമുള്ള വീട്ടുകാര്. എന്തായാലും മോൾ ഇരുന്നില്ലേ? 2 ആഴ്ച കഴിഞ്ഞിട്ട് പോയാൽ മതി. അവൻ വിളിക്കാൻ വരുമ്പോ നമുക്ക് പറയാം. ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാന്ന് അമ്മ പറഞ്ഞു. ഇവിടെ അടുത്ത ഏട്ടനൊരു വർക്ക് എടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ട് വരുന്ന വഴിക്ക് എന്നെയും പിക്ക് ചെയ്തിട്ട് പോവാന്നാ പറഞ്ഞു. പിന്നെ വീട്ടിലും പറഞ്ഞിട്ടില്ലല്ലോ. അത് കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ നിന്നെ കുറച്ച് ദിവസം കിട്ടാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു. എന്തായാലും അവൻ പോയത് നന്നായി. അമ്മ ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടാണെന്നല്ലേ പറഞ്ഞേ. ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ടെ കുറച്ച് പൈസ എന്തെങ്കിലും വാങ്ങി തരട്ടെ. ചെറുതായിട്ടാണെങ്കിലും ഒരു ആശ്വാസം ആകുമല്ലോ. പിന്നെ അവനോട് പൈസ വാങ്ങിയിട്ടാണ് ഉള്ള വിലയും കൂടി കളയാൻ. വെറുതെ കുടുംബത്തിന് നാണക്കെട്ടുണ്ടാക്കാൻ വേണ്ടി.
സ്വർണ്ണമൊക്കെ നിന്റെ കയ്യിൽ തന്നെയല്ലേ ഉള്ളത്? അവൻ കൊണ്ടൊന്നും പോയിട്ടില്ലല്ലോ. ഇല്ല, എന്റെ കയ്യിലുണ്ട്. അമ്മയല്ലേ എന്നോട് പറഞ്ഞ് വരുമ്പോ എല്ലാ ഗോൾഡും എടുത്തോ, ആൾക്കാരൊക്കെ കാണാൻ വരും, അപ്പൊ അവരുടെ മുമ്പിൽ ഇടണമെന്നൊക്കെ. അപ്പൊ ഞാൻ എല്ലാം അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞാൻ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവരാൻ പറഞ്ഞൊന്നും അല്ല. മോൾ എന്തായാലും 2 കയ്യിലും ഓരോ വളി ഒരു ചെയിനല്ലേ ഇടുള്ളൂ. നെക്ലസുകളൊന്നും എന്തായാലും ഇടില്ലാലോ. തൽക്കാലം നമുക്ക് അതിനെ കൊണ്ട് പണയം വെച്ചിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. എന്താ അമ്മ ഈ പറയുന്നത്? അപ്പൊ ഏട്ടൻ ചോദിച്ചാൽ ഞാൻ എന്താ പറയാ? അതിന് അവൻ ഇവിടെ ഉണ്ടോ അറിയേ? ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ, അപ്പോഴേക്കും എടുത്തു തന്നാ പോരെ. തൽക്കാലം ഒരു കാര്യം ചെയ്യും, ആ വലിയ 2 നെക്ലസ് ഇല്ലേ അതിങ്ങത്താ. ഇതിപ്പോ രണ്ടും കൂടെ 5-8 പവൻ വരില്ലേ? അമ്മയല്ലേ പറഞ്ഞു വീടിന്റെ ലോണ് 2-3 അടവ് തെറ്റിയിട്ടുണ്ട്, അതും പിന്നെ ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ ഉള്ളൂന്ന്. അതിനെന്തിനാ ഇത്രയും പൈസ? എന്തായല്ലേ പെൺപിള്ളാര്, ഞങ്ങൾ അങ്ങോട്ട് തരുമ്പോ ഒരു കണക്കും ഇല്ല. ഇഷ്ടം പോലെ അങ്ങ് വാങ്ങി അങ്ങോട്ട് എടുക്കും. ഇങ്ങോട്ട് എന്തെങ്കിലും ചെറിയൊരു ആവശ്യത്തിന് ചോദിച്ചാ ഭർത്താവിനെ കൊണ്ട് ചോദിക്കണം, അമ്മായിയമ്മനെ കൊണ്ട് ചോദിക്കണം, അവരെ കൊണ്ട് ചോദിക്കണം, ഇവരെ കൊണ്ട് ചോദിക്കണം. അത് ഞങ്ങൾ തന്ന സ്വർണം. എന്താ ഒരു ഗതികേട് നോക്കണേ. ഞങ്ങളെ നിന്റെ സ്വർണം വാങ്ങി വിറ്റിട്ട് ആ പൈസ ബാങ്കിലിടാൻ ചോദിച്ചതല്ല. ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിന്റെ കല്യാണത്തിന് ഈ വീട് പെയിന്റ് അടിക്കുന്നത് 2 ലക്ഷം ഉറുപ്പിയായി. പിന്നെ നിനക്ക് അറിയുന്നതല്ലേ, അവിടെ കട്ടില് ഇവിടെ കട്ടില്, ബെഡ്, പിന്നെ നിന്റെ റൂമിൽ അലമാര, എനിക്ക് എത്ര പൈസയെന്ന് പറഞ്ഞിട്ടാ. അതൊന്നും കൊടുക്കണ്ടേ? അമ്മ, കല്യാണത്തിന് വീട് പെയിന്റ് അടിച്ചതിന്റെ പൈസ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇത് എല്ലാ റൂമിലും ഉണ്ടല്ലോ, പുതിയ പുതിയ കട്ടിലും പുതിയ അലമാരയും പുതിയ ബെഡും ഒക്കെ. പിന്നെ ഇതാ മേലെ വെറുതെ സോഫ വാങ്ങിയിട്ടിരിക്കണം. ആ ബാൽക്കണിയിലുണ്ട് കുറെ ചെയറും ടേബിളും ഒക്കെ. പൈസ ഇല്ലെങ്കിൽ എന്ത് വേണം ഇതൊക്കെ വാങ്ങിക്കൂട്ടിയത്? ആ ഒരു റൂമിൽ മാത്രം അതും വില കുറഞ്ഞ ഒരു ടേബിളും ഒരു അലമാരയും വാങ്ങിയിട്ടാ പോരായിരുന്നോ? പിന്നെ അവിടെ ഓൾറെഡി കട്ടിലുണ്ടല്ലോ. നീ അങ്ങനെയൊക്കെ പറയും, ഇത് കല്യാണം കഴിഞ്ഞ വീടല്ലേ. എത്ര ആൾക്കാരാ പിന്നെയും വീട് കാണാൻ പറ്റും. എന്തിനധികം പറയണം, നിന്റെ കൂടെ ജോലി ചെയ്യുന്ന എത്ര ടീച്ചർമാരാ ഇവിടെ വന്നത്. പിന്നെ അച്ഛന്റെ കുടുംബക്കാര്, ഇവര് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നു. ഞാനപ്പോ ഒരു കാര്യം ചെയ്തു, ഉള്ള കട്ടിലുകൾ മുഴുവനും പഴയത് മാറ്റി, എല്ലാം പുതിയതാക്കി, അതിലെ അലമാരകളൊക്കെ മാറ്റി. എന്തിനധികം പറഞ്ഞു, ഈ വാതിലുകൾ നോക്കുന്നത് മൂന്നും അങ്ങ് മാറ്റി. അങ്ങനെ കിടന്നോട്ടെ. ചുറ്റും പൊങ്ങച്ചക്കാരികൾ, നിന്റെ അമ്മായിമാർ ഫുള്ള് പൊങ്ങച്ചക്കാരികളാ. കണ്ടോട്ടെ നല്ലോണം പറഞ്ഞിട്ട് മാറ്റി തന്നെ അല്ലത്. ഇതെല്ലാം കടം വാങ്ങിയതാണോ? അല്ല, പൈസ മുഴുവൻ എണ്ണി കൊടുത്തിട്ട്. എന്താടി നീ പറയുന്നത്? നിനക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. എല്ലാം കടത്തിലാ വാങ്ങിയത്. ഇത്രയും വില കൂടിയ ഫർണിച്ചറൊക്കെ കടം വാങ്ങാന്ന് പറഞ്ഞാൽ ഇതിപ്പോ ലക്ഷക്കണക്കിന് രൂപയായിട്ടുണ്ടാവില്ലേ? എങ്ങനെ കൊടുക്കാന്ന് വിചാരിച്ചു വാങ്ങിയതാ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ എന്റെ കഴുത്തിലുള്ള സ്വർണം മുഴുവൻ കൊടുത്തിട്ട് കടം വിട്ടാന്ന് വിചാരിച്ചു വാങ്ങിയതാ. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാ. പിന്നെ എന്തിനാ സ്വർണം വെറുതെ അലമാരെ കൊണ്ട് പൂട്ടി വെക്കാനാ? നീയല്ലേ പറഞ്ഞത് നിന്റെ ഭർത്താവാണെങ്കിൽ ഒന്നും നോക്കിയിട്ടില്ല, നിന്റെ അമ്മായിക്ക് അതിനെ കുറിച്ച് തീരെ അറിയില്ലാന്ന്. പിന്നെ നീ ആരെയെ പേടിക്കുന്നത്? കുറച്ചൊന്ന് സ്വർണം എന്താ, ഒരാഴ്ചനുള്ളിൽ എടുത്തുതരാ, നീ പേടിക്കൊന്നും വേണ്ട. അമ്മ, ഇങ്ങനൊരു ഉദ്ദേശം അവനെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ഏട്ടൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് എന്നോടൊന്ന് പറഞ്ഞോടായിരുന്നോ? എന്നാ പിന്നെ ഞാൻ ഏട്ടനോടും കൂടി ഒന്ന് സംസാരിച്ചിട്ടുണ്ടാവില്ലേ? ഇതിപ്പോ ഏട്ടനോടും കൂടി പറഞ്ഞിട്ട് ചെയ്യുമ്പോ എനിക്കൊരു സമാധാനല്ലേ? അതെന്താ നീ അവനെ കൊണ്ട് ചോദിക്കാൻ നിൽക്കുന്നത്? അവൻ വാങ്ങുന്ന സ്വർണ്ണോ? ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വർണ്ണമാണ്. അപ്പൊ ഞങ്ങൾക്ക് എന്തെങ്കിലും തരാൻ വേണ്ടി നീ അവരോട് ചോദിക്കണം അല്ലേ? കാലം പോയൊരു പോക്കേ. എനിക്ക് തരുന്നത് കൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഒരാഴ്ചനുള്ളിൽ എടുത്തു തരണമേ. ഇതിപ്പോ ഇത്രയും കടങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാനിപ്പോ സ്വർണ്ണം തന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതൊക്കെ ഒരാഴ്ചനുള്ളിൽ തരാൻ പറ്റുമോ അമ്മയ്ക്ക്? അതിനെ കുറിച്ചൊന്നും നീ പേടിക്കണ്ട. ഒരാഴ്ചനുള്ളിൽ നിന്റെ സ്വർണ്ണം എടുത്ത് കൈ തന്നാ പോരെ. ഈ കോമളം വലിയ ഒരു വാക്ക് പറഞ്ഞത് വാക്കായിരിക്കും മോളെ. അതിനൊക്കെ ഞാൻ വേറെ പൈസ കണ്ടുവച്ചിട്ടുണ്ട്. അതല്ല ഇപ്പൊ ഇത്രയും ധൈര്യത്തിൽ ചോദിക്കുന്നത്. ഉറപ്പാണല്ലോ അല്ലേ അമ്മേ? കറക്റ്റ് സമയത്തിന് തിരിച്ചു തരണേ. ഇപ്പൊ ഒരാഴ്ച ഞാൻ ഏട്ടൻ വിളിക്കും. വേണ്ട, നീ ഒന്നും തരണ്ട. ഞങ്ങൾ എന്തായാലും വിശ്വാസം ഇല്ലാലോ. ഇതാ എന്റെ കഴുത്തിലിറങ്ങുന്ന 1 പവന്റെ ചെയിനുണ്ട്. തൽക്കാലം ഇത് വിറ്റിട്ട് ഇവിടുത്തെ കടങ്ങളൊക്കെ മേട്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ബാക്കി കടക്കാർ വരുമ്പോൾ ഓളിന് നടക്കാം. നിനക്ക് എന്തായാലും കുറെ സ്വർണ്ണം ഞങ്ങൾ തന്നിട്ടുണ്ടല്ലോ. നീ അത് കുറെ ലോക്കറിൽ കൊണ്ട് വെക്കി, കുറെ കഴുത്തിലിട്, കുറെ അതിന്റെ അലമാരി കൊണ്ട് വെക്കി. എന്തായാലും ഞങ്ങൾ പെട്ടുപോയി. ഞാനൊരു റോൾഡ് ഗോൾഡ് ചെയിൻ വാങ്ങിച്ചിടാം. ആയിക്കോട്ടെ. ആ ശരി. അവൻ എന്താ പറഞ്ഞേ? അത് ഈ ആഴ്ച ഏട്ടൻ ഇങ്ങോട്ട് വരുന്നില്ല അത്രേ. എന്തോ ഒരു ഡിലേ ഉണ്ട് വർക്കിന്, അതുകൊണ്ട് ഒരു 5-6 ദിവസം കൂടി കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഓ, സമാധാനമായി. നമുക്ക് സ്വർണ്ണം എടുക്കാൻ കുറച്ചും കൂടി സമയം കിട്ടിയല്ലോ. സമയം കിട്ടിയില്ലെന്നോ? അമ്മ എന്താ ഈ പറയുന്നത്? ശരിക്കും ഏട്ടൻ പറഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ നാളെ ഏട്ടൻ ഇവിടെ എത്തേണ്ടതാ. അമ്മയല്ലേ പറഞ്ഞ അമ്മ എന്തൊക്കെയോ വഴി കണ്ടിട്ടുണ്ട് ഗോൾഡ് എടുത്തു തരാന്ന്. അമ്മ അതൊന്ന് എടുത്ത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമായി. നിന്റെ സ്വർണം കൂടി ഞങ്ങൾ നാട് വിട്ട് പോകുമൊന്നുമില്ല. തന്ന് അന്നും മുതൽ തുടങ്ങിയതാണല്ലോ അമ്മയെ സ്വർണം പറഞ്ഞിട്ട്. ഇപ്പൊ അതൊന്നും അല്ല കാര്യം. നല്ല സീസൺ ടൈമാ. അച്ഛന്റെ ഷോപ്പിൽ കുറച്ച് തുണി ഇറക്കി കഴിഞ്ഞാൽ നല്ല കച്ചവടം കിട്ടും. കച്ചവടം കിട്ടിക്കഴിഞ്ഞാൽ നിന്റെ സ്വർണ്ണമൊക്കെ സിമ്പിൾ ആയിട്ട് അങ്ങ് എടുത്തു തരാൻ പറ്റില്ലേ? അതിലൊരു കാര്യമുണ്ട്.
അച്ഛന്റെ ബുദ്ധിമുട്ട് ഇപ്പൊ മോൾക്ക് അറിയുന്ന കാര്യല്ലേ. മോളൊരു കാര്യം ചെയ്, നിന്റെ പൊട്ടിക്കിടക്കുന്ന പാദസരവും 2 വളയെന്താ അതങ്ങ് പണയം വെച്ചും കുറച്ച് തുണി ഇറക്കാം. ആ കച്ചവടം കിട്ടിക്കഴിഞ്ഞാൽ ഈ 3 സാധനങ്ങൾ ഒരുമിച്ച് എടുത്തു തരാം. എന്താ അമ്മ ഈ പറയുന്നത്? ആദ്യം നിന്ന് 8 പവൻ തന്നെ എടുത്തു തന്നിട്ടില്ല. അതിന്റെ കൂടെ ഇനി പാദസരവും വളയെല്ലാം കൂടി തന്നിട്ടുണ്ടെങ്കിൽ അമ്മ ഇതൊക്കെ എപ്പോ തരാനാണ്? അതൊക്കെ പറ്റുമോ? നിനക്കിപ്പോ നിന്റെ 8 പവന്റെ സ്വർണം വേണോ വേണ്ടയോ? അത് വേണമെങ്കിലേ അച്ഛന്റെ ഷോപ്പിൽ ഇപ്പൊ തുണി ഇറക്കണം. അത് വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് മാത്രമേ എടുത്തു തരാൻ പറ്റുള്ളൂ. മോളൊരു കാര്യം ചെയ്, അധികം ഒന്നും ചിന്തിക്കണ്ട. ആ പാദസരം 2 വളയും എടുത്തതാ. ഞാനിപ്പോ അച്ഛനെ വിളിക്കാം. നീ പേടിക്കണ്ട, അവൻ വരുന്നതിന്റെ മുൻപേ സ്വർണ്ണം എടുത്ത് നിന്റെ കൈ